Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings. നല്ല കാറ്റും മഴയുണ്ട്. ബ്രിസ്റ്റോളിൽ ആര് വരുവാണെങ്കിലും ഈ ടവറിൽ ഷുവറായിട്ട് വരണം. ജസ്റ്റ് സിറ്റി സെന്ററിൽ നിന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ. എത്തി നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഗൈസ് നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് എത്തിക്കണം കേട്ടോ. സ്ഥലം പറയുന്നില്ല, ജസ്റ്റ് ഇപ്പൊ കാണാം അല്ലേ ഉണ്ണി? അറിയില്ലേ? ഇപ്പൊ കാണിച്ചേ. കൂടുതൽ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു നല്ല ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണിത്. നമ്മളിപ്പോൾ ഉള്ളത് ബ്രിസ്റ്റോളിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് ആ ടവറിലേക്കാണ്. കാബോ ടവർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് ഇങ്ങനെ ചെറിയൊരു ഫുട് പാത്ത് ഉണ്ട്. നമുക്ക് ഇങ്ങനെ മേലേക്ക് കയറി പോകുന്നു. ബ്രിസ്റ്റോളിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. പക്ഷെ നല്ല അടിപൊളി ആംബിയൻസും നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 360 വ്യൂ കാണാൻ പറ്റും. നമുക്ക് മേലെ കയറാം. ഓക്കെ, എങ്ങനെയുണ്ട്? പൊളിയാ ഇല്ലല്ലേ? ഇനി മേലേക്ക് കയറാണ്ട്. കണ്ടോ? ഈ ഗ്രീനറിയിൽ ഈ ആകാശം കാണുമ്പോൾ നല്ല ലുക്കില്ലേ അല്ലേ? നല്ല വെയിൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മഴ വന്നു പോയി. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പാർക്കിലും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് പല സ്ഥലത്തായിട്ട്. നല്ല വ്യൂസ്. ഹായ് താരാവ് രണ്ടെണ്ണം ഉള്ളൂ. വെള്ളം വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതേ കാണുന്ന ആ സ്ഥലമല്ലേ, വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ പോകുന്ന സ്ഥലമാണ്. ഇതേ ആ കാണുന്ന ആ ഗോപുരത്തിൻ്റെ മേലോട്ട് നമുക്ക് പോകാട്ടോ. അവിടേക്ക് കയറാൻ ഫ്രീ ആണ്. നമുക്ക് എന്തായാലും കാബോ ടവർ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ തന്നെ നമ്മുടെ ബ്രിസ്റ്റോളിൻ്റെ ഏകദേശം വ്യൂസൊക്കെ ഇവിടുന്ന് നന്നായിട്ട് കാണുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് നേരെ പോകാം. ബ്രിസ്റ്റോളല്ലേ? അണ്ണാൻകുഞ്ഞല്ലല്ലോ, അണ്ണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെയൊക്കെ പിടിച്ച് കയറി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കബോ ടവറിലാണ്. ഈ ബ്രാൻഡൺ ഹിൽ ഏരിയയിലാണ് ഈ ടവർ നിൽക്കുന്നത് ബ്രിസ്റ്റോളിലെ. ഈ ഒരു ടവറിന് 35 മീറ്റർ നീളമാണുള്ളത്. പിന്നെ ഇതിൻ്റെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ഒക്കെ നല്ല ഭംഗിയാട്ടോ. വെറുതെ ഒക്കെ ഇങ്ങനെ നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത് 1897 നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രിസ്റ്റോളിൻ്റെ ഒരു സ്റ്റണ്ണിങ് വ്യൂ കിട്ടും നമുക്ക്. കാരണം ബ്രിസ്റ്റോളിൽ ഇങ്ങനെ കാണാൻ നമുക്ക് വേറെ ഏരിയ ഇവിടെ ഇല്ല. സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ മേളിൽ കയറി നോക്കാം. അയ്യോ, ഒരു സ്റ്റെപ്പ് ഉണ്ടേ. ഇത് മറ്റേ പുത്തമ്പള്ളി കയറി പോകുന്നുണ്ടല്ലോ.
കുറച്ചും കൂടി ഉണ്ട് മുകളിലോട്ട്. ഇപ്പൊ സൂപ്പർ, ഇപ്പൊ കറക്റ്റ് കാണാൻ പറ്റും. എന്താ കാണാൻ അതിന്റെ മുകളിലേക്ക് പോയിട്ട് വരാം. കുറച്ചും കൂടി നാരോ സ്പേസ് ആണത്. നാരോ ഒരാൾക്ക് കഷ്ടിച്ച്. ഞാനും വരണോ? ഇപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയി. ഇതാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് സൈഡ്. പൊളി പൊളി പൊളി. ഇപ്പൊ ഓക്കെ. കാറ്റ്, നല്ല മഴ, നല്ല കാറ്റും മഴയുണ്ട്. ബ്രിസ്റ്റോളിൽ ആര് വരുവാണെങ്കിലും ഈ ടവറിൽ ഷുവറായിട്ട് വരണം. ജസ്റ്റ് സിറ്റി സെന്ററിൽ നിന്ന് ഇച്ചിരി നടക്കാനേ ഉള്ളൂ, ഇച്ചിരി കയറ്റം കയറാനുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും വന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. എല്ലാരും വന്ന് കാണണം കേട്ടോ. ഡോണ്ട് മിസ് ഇറ്റ്. അപ്പൊ നമ്മുടെ വീഡിയോ അതിന്റെ ഒപ്പം ചെയ്യാണ്. അതെ, അപ്പൊ അടുത്ത വീഡിയോയിൽ ഇടുക. ബൈ.